കിട്ടിയപ്പോൾ നിനക്കെന്നെ വേണ്ടാതായി അല്ലേ? നിനക്കെന്നെ വേണ്ടെന്ന് എനിക്ക് ബോധ്യമായി. പക്ഷെ എന്നിട്ട് മറുപടി കേൾക്കാൻ ഞാൻ പോയില്ല. പുതിയൊരാളെ കണ്ട് ഇഷ്ടമായി. അയാളെ ഉപയോഗിക്കുമ്പോൾ പഴയതിനേക്കാൾ സന്തോഷം തോന്നുന്നുണ്ട്. അയാളുടെ സൗന്ദര്യം, ഭ്രാന്ത് പകരുന്ന വഴങ്ങിത്തരൽ, ഇതെല്ലാം എൻ്റെ കഥയുടെ ഭാവം തീവ്രമാക്കുന്നു. എൻ്റെ ഗതി ഇങ്ങനെ. ഇത് എത്ര കാലം ഉണ്ടാവും? അറിയില്ല. ഇത്രയും നാളെ നിന്റെ ഉപയോഗത്തിന് വഴങ്ങി തന്നാണ് ഞാൻ ജീവിച്ചത്. ഇനി ഞാൻ എന്ത് ചെയ്യും? പാതിയും പൂർണ്ണമായൊക്കെ ഉപയോഗിച്ച ശേഷം ഒഴിവാക്കിയവരെ ഞാനൊരിടത്ത് പാർപ്പിച്ചിട്ടുണ്ട്. അവിടെ നിനക്ക് വിശ്രമിക്കാം. സ്മോക്കിംഗ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സർ, ഞാൻ പുതിയൊരു കഥ റെഡിയാക്കിയിട്ടുണ്ട്. നീ വീണ്ടും വന്നോ? എടാ മോനെ, നിനക്കിതേ പണിയുള്ളോ? സാർ, കമലദളം സെറ്റപ്പില്ലാത്തതുകൊണ്ടാണ് എന്നെ എല്ലാ തവണയും ഒഴിവാക്കുന്നത്. എടാ മോനെ, ഞാൻ കുറച്ച് ക്രിയേറ്റീവ് മൂഡില്ല. നീ ശല്യം ചെയ്യാതെ ബൊക്കേ. സാർ, ഞാൻ പുതിയൊരെണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. മോനെ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ? എൻ്റെ മൂഡ് കളയാതെ മാറിപ്പോടാ. സാർ, ഇത് അവസാനത്തെയാണ്. എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി.